മുഅ്മിനീങ്ങളെ, വളരെ പരിശുദ്ധമാകുന്ന ഈ സമയത്ത്, ഏറെ പുണ്യമാകുന്ന റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനവും പരിശുദ്ധ ഖുർആനിന്റെ അധ്യായവും അങ്ങനെ തന്നെയാണ്. ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏത് പ്രകാരം? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഏത് പ്രകാരമാണോ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾക്കും നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനു വേണ്ടിയാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുത്തനബിതങ്ങൾ സ്വഹാബിൽ കിറാമിനോട് പറയുന്നുണ്ട്, സ്വഹാബത്തെ, നോമ്പ് എന്നാൽ, വ്രതമെന്നാൽ കേവലം പട്ടിണി കിടക്കലല്ല. അവന്റെ വയറ് കാലിയാക്കിക്കൊണ്ട്, അവന്റെ ഭക്ഷണങ്ങളെ വെടിഞ്ഞുകൊണ്ട്, അവന്റെ വിചാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മാത്രം ഒരാളുടെ നോമ്പും അള്ളാഹുവിനക്ക്, അങ്ങനത്തെ ഒരാളുടെ നോമ്പും അള്ളാഹുവിനക്ക് വേണ്ട എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് നോമ്പ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ബൈനൽ ഖൗഫി വറജാ, ഖൗഫിന്റെയും റജാഇന്റെയും ഇടയിലാണ് അവന്റെ ജീവിതം. ആ തരത്തിൽ അവന്റെ ഖൽബിനെ കീഴ്പ്പെട്ടുകൊണ്ട്, ഉടമസ്ഥനായ റബ്ബിനെ പേടിച്ചുകൊണ്ട്, ഉടമസ്ഥനായ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേകമാകുന്ന തത്വങ്ങളിൽ വരാൻ വേണ്ടിയാണ് പരിശുദ്ധമാകുന്ന നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അപ്രകാരം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ, ആരെങ്കിലും ഒരാൾ പരിശുദ്ധമാകുന്ന റമദാൻ മാസത്തിൽ ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ആരെങ്കിലും ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും, ഈ നോമ്പിനേക്കുള്ള പ്രതിഫലം ഉടമസ്ഥനായ റബ്ബ് പറയുന്നുണ്ട്, അതിന്റെ പ്രതിഫലത്തിലേക്ക് അറ്റമില്ല, അതിന്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്, അതിലേക്ക് എത്രത്തോളം നൽകണം എന്നുള്ളത് അതെന്റെ അടുക്കൽ മാത്രമുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞതായ ഖുദ്സിയായ ഹദീസുകളിൽ കാണാം. ആ നിലക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനിയായ നിലക്ക് ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും.